പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ നമ്മുടെ ലാലു അലക്സ് എന്ന ഒരു നടൻ, പുള്ളിയുടെ ഒരു ഡയലോഗാണത്. അത് വളരെയധികം പോപ്പുലറാണ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ. എനിക്കത് ഓർമ്മ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്ന നമ്മുടെ മല്ലു ഉണ്ടല്ലോ, ഇവൻ മാത്രമേ ഉള്ളൂ മല്ലുവായിട്ട്. എന്താണെങ്കിലും അത് പോട്ടെ. പുള്ളിക്ക് എന്ത് സംഭവിച്ചു, പുള്ളി എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഒരുപാട് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നെരിവിരി കൊള്ളുകയാണ്, ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് എന്നൊക്കെയാണ് ആൾക്കാർ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മല്ലു ട്രാവലർ പേഴ്സണലി പറയുകയാണ്, ഇത് രണ്ടും കൂടെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അയാളൊരു സോഷ്യൽ മീഡിയ ഫിഗറാണ്. അപ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാണിക്കുന്നോ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്ന കുറേ മഹാന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ്, തമിഴ്, ഈ തെലുങ്കിൽ പിന്നെ കുറച്ചൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കന്നഡ, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ ഹിന്ദിക്കാർക്കും ഉണ്ട് ഈ അസുഖം. അതായത് ഒരു മനുഷ്യൻ അവൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ ഓരോ സ്റ്റാറിനെയൊക്കെ വളർത്തിവിടാൻ കാരണം തന്നെ അവരോടുള്ള ഒരു ഇഷ്ടമാണ്, അവരോടുള്ള ഒരു പ്രീതി എന്നൊക്കെ പറയുന്നത്, എന്താ പറയുക, ഒരു അഡോറിങ് നേച്ചർ. അഡോറിങ് എന്ന് പറയുന്ന ആ സംഭവം, അത് വർഷിപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ വർഷിപ്പിംഗ് കുറച്ച് കൂടുതൽ അതിങ്ങനെ ദൈവത്തിൻ്റെ കാര്യത്തിലൊക്കെ വരും. അല്ലാതെ ഈ അഡോറിങ് എന്നൊക്കെ പറയുന്ന സംഭവം അത് നമുക്ക് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുകയാണെങ്കിൽ പോലും നമ്മൾ മുതലാളി ഭയങ്കര ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുക. നമ്മളിങ്ങനെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയെ ഡിഫെൻഡ് ചെയ്യും. ചെറിയ തെറ്റുകളൊക്കെ, വലിയ തെറ്റുകളുണ്ട് നമ്മുടെ മനസ്സിൽ, നമ്മൾ പണ്ട് മുതലേ കൊണ്ടു നടക്കുന്ന കുറേ വലിയ തെറ്റുകളുണ്ട്. അങ്ങനത്തെ വലിയ തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതിത്തള്ളും. ഈ എഴുതി തള്ളുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ഈ ആക്ടേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്മൾ എഴുതി തള്ളിയ, ഇപ്പോഴും നമ്മൾ മമ്മൂക്കയും മോഹൻലാലും ലാലേട്ടനെയും മമ്മൂക്കയും പിന്നെ ദിലീപിനെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ദിലീപിനെ നമ്മൾ കുറേ ആൾക്കാർ എഴുതിത്തള്ളി. ജയസൂര്യ, ഈ നവീൻ പോളിയെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറേയൊക്കെ എഴുത്തള്ളി. പുള്ളി വലിയ മിസ്റ്റേക്കൊന്നും ചെയ്തിട്ടല്ല, എന്നാലും അവന് ജാടയാണ് എന്നുള്ള ഒരു ഫീലിംഗാണ്. നമ്മൾ ഈ സിംപ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം, സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഇടയിൽ പെരുമാറുമ്പോൾ, ഈ തമിഴ്നാട്ടിൽ ഞാൻ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. മറ്റേ വിജയ് ഈ ഷോയിലൊക്കെ വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വരിക. സാധാരണ ഒരു ഷർട്ട്, ഒരു പാൻസ്, സാധാരണ ഒരു വാച്ച്, അങ്ങനെയൊക്കെയാണ് വരിക. അതേപോലെ രജനീകാന്ത് ഭയങ്കര പുള്ളി മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രജനീകാന്തിനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 90s കിഡ്സിനൊക്കെ അത് അറിയാം. അത് പ്രത്യേകിച്ച് ചെന്നൈയിലൊക്കെ ജീവിച്ച ആളാണെങ്കിൽ അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്ന കാര്യം. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ എന്തോ സിമ്പിൾ മനുഷ്യനല്ലേ. രജനീകാന്ത് തന്നെ ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. പുള്ളി തന്നെ പറയുന്നുണ്ട്, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്നത് ബോയ്സ് ഗാർഡനിലാണ്, ഓടിക്കുന്ന വണ്ടി, നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി BMW ബെൻസും ഒക്കെയാണ്, പിന്നെ കഴിക്കുന്നത് 5 സ്റ്റാറിലാണ്. എവിടാ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ അത് പുള്ളിക്ക് ഈ ആൾക്കാരെ പൾസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇപ്പോൾ അതൊന്ന് മാറ്റി ചവിട്ടിയതാണ്. ഞാൻ സിമ്പിളൊന്നുമല്ല, ഞാനിങ്ങനെയാണ്, പക്ഷേ എന്നാലും ഞാൻ സിമ്പിളാണെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രജനീകാന്ത് എന്ന് പറയുമ്പോൾ ആരാന്നറിയാമല്ലോ, എത്ര കാലമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയെ വരെ ആൾക്കാർ കുറേ എഴുത്തള്ളിയതാണ് ഇടയ്ക്ക്. അയാൾ ജാടയാണ്, അയാൾ ഇതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങ് സോൾവായി പോയി. ഈ ജാട എന്നുള്ളത് പിന്നെയും സഹിക്കും നമ്മുടെ ആൾക്കാർ. പിന്നെ ഈ പെണ്ണ് കേസ്, ഈ മറ്റേ കേസുകളിലൊക്കെ പെടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളീസിന് അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ മല്ലു ട്രാവലറിനെ അങ്ങ് കൈ ഒഴിഞ്ഞു എന്നുള്ള ഒരു മട്ടാണ് സംഭവം. പിന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളുണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതായത് പുള്ളി സോഷ്യൽ മീഡിയ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാരണം പുള്ളി ഒരു ഭയങ്കര ഒരു സംഭവമാണെന്നേ. പുള്ളി ഇങ്ങനെ മറ്റേ ആസ്റ്റൺ മാർട്ടിൻ
ആസ്റ്റൺ മാർട്ടിൻ ഇല്ല പുള്ളി. ഇത് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു കാറിൻ്റെ പേര് ആസ്റ്റൺ മാർട്ടിനാണ്. പിന്നെ പോർഷ് എടുക്കുന്നു, അതെടുക്കുന്നു, ഞാൻ ഇങ്ങനെ ദുബായി പോകുന്നു, ഞാൻ ഇങ്ങനെ കാനഡയിൽ പോകുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇതെന്താ ഈ ഇന്ത്യൻസൊക്കെ ഇങ്ങനെ, ഇവന്മാർ ഈ നോർത്ത് ഇന്ത്യയിൽ ഇവന്മാർക്കൊന്നും ഒരു വിവരം ഇല്ലേ, അതാണിത്. ഇങ്ങനത്തെ ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും പിടിക്കില്ല വൈ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് കൾച്ചറലി നമ്മുടെ ഭാഷ അറിഞ്ഞുകൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, എന്താ ഞാൻ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു സ്ഥലത്ത് അങ്ങ് ഒരു സ്റ്റാർ ആകാൻ പറ്റില്ല. ഭാഷ അറിയാവുന്നതുകൊണ്ട് മാത്രം. അവർ ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഈ മല്ലുവൊക്കെ ദുബായിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് അറബി അറിയാമായിരിക്കും. പുള്ളി മദ്രസയിൽ അറബി പഠിച്ച് കാണും. പണ്ട് ഞാൻ വർഷാപ്പിൽ നിന്നപ്പോൾ അടുത്തുള്ള മദ്രസയിൽ നിന്ന് കുറേ അറബി പഠിച്ച് എന്ന് പറയുന്ന പോലെ, പണ്ട് അങ്ങനെ അറബി പഠിക്കുന്ന അല്ലെങ്കിൽ ഭാഷ ഈ നോർത്ത് ഇന്ത്യയിൽ പോയി നിന്നാൽ കുറച്ച് ആൾ നിന്ന് കഴിഞ്ഞാൽ ഹിന്ദിയൊക്കെ പഠിക്കാം. അത് നമ്മൾ സിനിമകൾ വാച്ച് ചെയ്ത് ഹിന്ദി നമ്മൾ സ്കൂളിൽ പഠിച്ചാൽ തന്നെ മര്യാദയ്ക്ക് പഠിച്ചാൽ ഹിന്ദിയൊക്കെ പഠിക്കാം. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ ദുബായിലോ പോയിട്ട് ഷൈൻ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. ഭാഷയും ആ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. അത് ആ ഓരോരോ ആൾക്കാരുടെ ഓരോരോ കൾച്ചറുണ്ട്, ഓരോരോ സ്ഥലത്ത് ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് പോയാലേ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാനങ്ങനെ വലുതായിട്ട് ഷൈനൊന്നും ആയിട്ടില്ല. ഷൈൻ ചെയ്ത് ഇയാളൊരു ഷൈനി വിൽസനാവുമോ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റാറില്ല. ഇടുന്ന വീഡിയോസ് അങ്ങനെ വലിയ ക്വാളിറ്റി ഇല്ല എന്നുള്ളതൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എന്നാലും നമുക്ക് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്. അതായത് ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അത് കാണുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. നമുക്ക് വലിയ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ചെറിയ ഇതുപോലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തികൾക്ക് അതൊരു പ്രശ്നമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മെയിൻ ഇൻകം ഈ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അത് വിട്ടിട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലൊന്ന് ഈ മല്ലുവാണ്. പുള്ളി ഭയങ്കര ഷോയാണ്, ഭയങ്കര സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം പുള്ളിയുടെ ഗിമിക്കും ആവാം കേട്ടോ. ഇപ്പം ഞാൻ ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന ഞാൻ വരെ അയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരും മല്ലു ട്രാവലർ എന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ റീച്ചാണ് കൂടുന്നത്. എൻ്റെ റീച്ച് കൂടിയില്ലെങ്കിലും അയാളുടെ റീച്ച് കൂടും. കാരണം ഒരുപാട് ന്യൂസ് ചാനൽസും ഒരുപാട് ആൾക്കാർ പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ എന്താ സംഭവിച്ചാൽ, പുള്ളി എന്തോ ആത്മഹത്യ ചെയ്യാൻ പോകണോ, തൊപ്പി എന്തോ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണേലും പുള്ളിക്ക് നല്ലത് വരട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ കമൻസും കാര്യങ്ങളും ഒരുപാട് തെറിയൊക്കെ വിളിച്ച്, അത് സ്വാഭാവികമാണ്. അത് നമുക്ക് ആൾക്കാരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് 2010-12 വരെയൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ലോകം മൊത്തം അങ്ങനെയാണ്. മെയിനായിട്ട് കേരളം, തമിഴ്നാട്, ഈ നമ്മുടെ ഇന്ത്യയിൽ കാര്യങ്ങളോടൊക്കെ, അതായത് ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അയാളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരാൾ പുതിയൊരു ബൈക്ക് എടുത്തു എന്ന് പറയുമ്പോൾ അതൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് എല്ലാവർക്കും എല്ലാം ചെയ്യാം എന്നുള്ള ഒരു തരത്തിലേക്കായിപ്പോയി. ഞാൻ വരെ വീഡിയോ ഇടുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് ഒരു തമാശ അടിച്ചാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ബിരിയാണി ഉണ്ടാക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ ആ ബിരിയാണി ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടാവുന്നില്ല, എന്തൊക്കെയാണ് ഫോൾട്ട്, അതിപ്പോൾ ഒരു മെക്കാനിക്കിനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ സെൽഫോൺ എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും മറ്റേ ഗൂഗിളോട് ചോദിക്കുകയും പിന്നെ യൂട്യൂബിൽ പോയി വീഡിയോ കാണും, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്നിനോടും ഒരു റെസ്പെക്റ്റ് ഇല്ല. അതെനിക്കറിയാവുന്ന, നമ്മൾ ഇന്ത്യൻസിന് നമുക്കൊരു പണ്ട് മുതലേ ഒരു കുഴപ്പമുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ കാര്യത്തിനും പുച്ഛിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ. ഞാനങ്ങനെ പുച്ഛിക്കാറില്ല. എന്നാലും നമുക്കങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതാണ്. അതായത് എന്ത് കണ്ടാലും അവൻ ഒരു തൊട്ടിയാടേ, അതല്ലേ സിനിമയൊക്കെ എന്ത് കിടക്കുന്നു. ആൾക്കാർ 50 കോടി 100 കോടിയൊക്കെ
മുടക്കിയിട്ട് സിനിമ എടുക്കുമ്പോൾ പെട്ടെന്ന് വന്ന് അതിനെ റിവ്യൂ പറഞ്ഞ് തോപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് ഇപ്പോൾ കുറേ ചർച്ചയൊക്കെ ഉണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് സിനിമകൾ നമ്മളിപ്പോൾ കാണാൻ തുടങ്ങി. ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഡേ അവിടെ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നീയൊക്കെ എന്താടേ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചില ആൾക്കാർ അതിനെ ബിസിനസ്സാക്കി ഒരുപാട് കാശുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വേണേലും ഞാൻ ബാക്ക് ടു ദ പോയിൻറ്റ്, മല്ലു ട്രാവലറിന് വന്ന് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും എന്തോ ഒരു കാര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. വേണേലും പുള്ളിക്ക് നല്ലത് വരട്ടെ എന്നേ പറയാനുള്ളൂ. പുള്ളി ഒരു സൗദി ലേഡിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പണ്ട് ഞാനും വീഡിയോ ഒക്കെ ചെയ്ത. അപ്പോൾ ഇയാൾക്ക് ഒരു ഭയങ്കര ചാടയാണ്, ഭയങ്കര ഈ ജോർജ് എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, പുള്ളി അല്ലെങ്കിൽ എനിക്ക് ജോസഫ് എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ക്ലൈമാക്സ് കുറച്ച് പൊളിഞ്ഞു പോയെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ക്ലൈമാക്സ് ഭയങ്കര ഓവറാക്കി. അതിങ്ങനെ അയാൾ ചാകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അയാൾക്ക് ഒരു ഹാപ്പി എൻഡിങ് സംഭവമാക്കായിരുന്നു. അപ്പോൾ ജോർജിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയം ഭയങ്കര ആണ്ടിയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് പേഴ്സണലായിട്ട് ജോയിയുമായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും പുള്ളിയുടെ ചില ആക്ടിവിറ്റീസ്, ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ പബ്ലിക് ഫിഗറുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അഭിനയിക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ ഓഫ് സ്റ്റേജും നിങ്ങൾ കുറച്ചൊക്കെ അഭിനയിക്കണം. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജാട കാണിക്കും, എന്താ എൻ്റെ പടം നന്നായാൽ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നത് അത് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. ചെറിയ പുള്ളിക്കൊക്കെ ഇപ്പോൾ പറ്റുന്ന സംഭവങ്ങൾ, ചെറിയ സംഭവങ്ങൾ. ഒരാളെ വിളിച്ച് ചീത്ത വിളിച്ചു, അതും ചിലപ്പം ടാക്റ്റിക്കായിരിക്കാം കേട്ടോ. വിളിച്ച് ചീത്ത വിളിച്ചു, ഒരാളെ തെറി പറഞ്ഞു, അത് വൈറലായി. അല്ല ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, അവിടെ പോയിട്ട് തെറി പറയുന്നു, അത് വൈറലാവുന്നു. ഇതൊക്കെ ഒരു ഗിമിക്കാകാം, എനിക്കറിയില്ല കറക്റ്റ്, ഗിമിക്കാകാം. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ സംസാരം, എനിക്ക് ചെറുതായിട്ട് അറിയാം. പുള്ളിയെ കണ്ടിട്ടുണ്ട്, ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ വേണേൽ പറയാം. എനിക്ക് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പുള്ളിയുടെ ചില ബിഹേവിയറൽ പാറ്റേൺസ് എന്നൊക്കെ വേണേൽ പറയാം. അതുപോലെ പൃഥ്വിരാജിനെ പണ്ട് തഴഞ്ഞതാണ്, കൈ ഒഴിഞ്ഞതാണ് നമ്മുടെ മലയാളീസ്. മമ്മൂക്കയൊക്കെ കുറേ കമൻ്റൊക്കെ പാസ് ചെയ്തല്ലോ, ഇംഗ്ലീഷ് ഇയാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളൂ എന്ന് പറഞ്ഞ്. ഇപ്പോൾ പക്ഷേ പുള്ളി ടൈം ഡൗൺ ആയി. ഇപ്പോൾ പുള്ളി കാര്യങ്ങൾ പിടികിട്ടി. ഇവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഉള്ളൂ, നമ്മളൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പൊളൈറ്റായിട്ട് സംസാരിക്കുന്നത് ദോഷമൊന്നുമില്ലല്ലോ. അതൊരു ദോഷമുള്ള കാര്യമായിട്ട് ഇപ്പോൾ മല്ലുവൊക്കെ ചെയ്ത പോലെ ഈ മറ്റേ പീഡനവും വൈഫിൻ്റെ കാര്യവും അത് ഇതും അങ്ങനത്തെ പുള്ളിക്ക് അനുകൂലമായിട്ട് പ്രൂവായി എന്നാണ് പുള്ളി തന്നെ വന്ന് പറഞ്ഞത്. എന്നാലും നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ദൈവം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരു പവറുണ്ട്. ആ പവറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ബുദ്ധി യൂസ് ചെയ്ത് നമ്മൾ ഐ നോ എവറിത്തിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ദൈവം എന്ന് പറയുന്ന ആ പവറിനെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ 1-2 വീഡിയോസൊക്കെ കണ്ടു. ഞാനിങ്ങനെ സിനിമയുടെ റിവ്യൂ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അന്ന് ടൈം കിട്ടിയില്ല. ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ റിവ്യൂ ഇട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ കാണുകയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ആണെങ്കിലും ബിഗ് ബോസ് നടന്നു പോകുന്നുണ്ടല്ലേ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് ഇങ്ങനെ ബിഗ് ബോസ് ലൈവൊക്കെ കണ്ട് നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ കൊല്ലം എനിക്ക് കുറേ സബ്സ്ക്രൈബറൊക്കെ കിട്ടിയായിരുന്നു. 10,000 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞ കൊല്ലം ബിഗ് ബോസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ബിഗ് ബോസ് കാണാനുള്ള സമയമില്ല, അതിൻ്റെ എപ്പിസോഡ് പോലും കാണാൻ പറ്റുന്നില്ല. ആൾക്കാർ സമയമില്ല എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതാണെങ്കിലും ഓൾ ദ ബെസ്റ്റേ പറയാനുള്ളൂ മല്ലു ട്രാവലറിനായാലും, പിന്നെ പ്രശ്നങ്ങൾ നേരിടുന്ന ആരായാലും. പിന്നെ പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. ആൾക്കാർ അത് പേഴ്സണലി എടുക്കും. അവരെ നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞാലും അവരത് അങ്ങനെ എടുക്കുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല. ഈ മൃണാൾ വ്ലോഗ് എന്ന് പറയുന്ന പുള്ളിയൊക്കെ ആൾക്കാർ ഇനി തഴയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയൊക്കെ പോകുമെന്ന് പറഞ്ഞ് വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി വർത്തമാനമാണ്, അമ്മാതിരി ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇടത്തേക്ക് കാരണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചൊല്ലൊക്കെ ഇല്ലേ, അങ്ങനെ ആവണമെന്നല്ല. എന്നാലും എന്തോ സംഭവിച്ചു, നമ്മുടെ ലോകത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു.
ആണെങ്കിലും ഓൾ ദ ബെസ്റ്റ് മല്ലു ട്രാവലറിന് ഇത്രേ പറയാനുള്ളൂ.